ഒരു എഞ്ചിൻ്റെ മുരൾച്ച കേട്ടോ, ആ ലൈലാൻഡ് എഞ്ചിൻ്റെ മുരൾച്ച. ഏതൊരു വാഹനപ്രേമിയുടെ നെഞ്ചിടിപ്പിക്കുന്ന ഒരു മുരൾച്ചയാണത്. എന്തായാലും 11 വർഷത്തിന് ശേഷമാണ് ഞാനൊരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ആ ആഗ്രഹം സാധിപ്പിച്ചു തന്ന ഇന്ത്യൻ റെയിൽവേ ആണ്. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പോൾ അടുത്ത ശരണമായിട്ട് KSRTCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരെ അതിൽ നിന്ന് കേരള RTCയുടെ സ്വിഫ്റ്റ് ബുക്ക് ചെയ്ത് ആ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. കൺജസ്റ്റഡ് ആണ്, സീറ്റൊക്കെ കുറച്ച് ടൈറ്റാണ്. പക്ഷേ യാത്രക്കാരോടുള്ള അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം അത് എടുത്ത് പറയണം, അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ നിമിഷവും എവിടെയെങ്കിലും മൂത്രം ഒഴിക്കണമെന്നൊക്കെ ഒരു ചോദിച്ച് വണ്ടി നിർത്തി തന്നൊരു അവസ്ഥയായിരുന്നു. എന്തായാലും റോഡുകളുടെ അവസ്ഥ പറയേണ്ട, ഫുള്ള് സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് യാത്ര. മിക്കവാറും സ്ഥലങ്ങളെല്ലാം ഹൈവേയുടെ പണി നടക്കുകയാണ്. പാലിയേക്കരയൊക്കെ എടുത്ത് പറയണം, അവിടെയൊക്കെ ടോള് പിരിക്കാൻ വേണ്ടി റോഡ് പണിയാൻ തോന്നുന്നു. അമ്മാതിരി ബ്ലോക്കാണ് എല്ലായിടത്തും. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്ലോക്ക് തന്നെയാണ്. എന്തായാലും യാത്രയ്ക്ക് തൊട്ടടുത്ത് എനിക്കൊരു ജാപ്പനീസ് പെൺകുട്ടി വന്നിരുന്നു. പുള്ളിക്കാരത്തി ഈ റോഡിലെ ഒച്ചമ്പോളം കൊണ്ട് ആകെ കണ്ണും തള്ളിയിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പൊതുവെ നല്ലൊരു ഹൈവേ ആണ് വരുന്നത് കേരളത്തിൽ. ആറ്റം തൊട്ട് ഈ അറ്റം വരെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കുറച്ചൊക്കെ ക്ഷമ കാണിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ആറ്റിങ്ങിൽ ഇറങ്ങി എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം KSRTC എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം നല്ല കല്ല് പോലത്തെ സീറ്റാണ്, നടുവേദന വരും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് USB കേബിളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതിനെല്ലാം പുറമെ ജീവനക്കാർ യാത്രക്കാരുടെ പെരുമാറ്റം അടിപൊളിയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിങ്ങിനിടയ്ക്ക് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ബസ്സിലിരുന്ന് കേൾക്കാമല്ലോ. പോകുന്ന വഴിക്ക് സമരങ്ങളും ജാഥകളൊക്കെ കാണാൻ പറ്റി. എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്ന് തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്ര എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു.